യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് പ്രിൻസ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ട് ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനാണ് പ്രിൻസ്. ഹല്ലേലൂയ. പല അനുഗ്രഹങ്ങളും ഈശോ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മകൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ജനുവരി 12-ാം തീയതി, കഴിഞ്ഞ ജനുവരി 12-ാം തീയതി രാവിലെ എൻ്റെ മകള് ബാങ്കിൽ, കാനറ ബാങ്കിൽ മൈസൂറിനടുത്ത് അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുക. അവിടെ കുടുംബസമേതം താമസിക്കുകയാണ്. 2 മക്കളും ഒക്കെ ആയിട്ട് അവിടെ താമസിക്കുകയാണ്. ഭർത്താവും ഒക്കെ ഉണ്ട്. ജനുവരി 12-ന് രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം രണ്ടായിട്ട് കാണുന്നു. ഡബിൾ വിഷൻ. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കുന്നു. ആലോചിച്ച് രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കുമ്പോൾ ഇരുട്ടാണ്. എന്ത് ചെയ്യും? രാവിലെ ഇതെല്ലാം ദൈവം ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ ഇതിനൊക്കെ പേ ചെയ്ത് ഇങ്ങനെയെല്ലാം സെറ്റാണ്. ഒന്നും ഇല്ലണ്ട കൊച്ചേ. രാവിലെ ഇങ്ങനെ കട്ടിലേന്ന് പൊങ്ങണമെങ്കിലുണ്ടല്ലോ, ഈ കൺപോളയൊന്ന് തുറക്കണമെങ്കിലുണ്ടല്ലോ, ഒന്ന് ശ്വാസം എടുക്കണമെന്നില്ല. നമ്മൾ അങ്ങനത്തെ ഓർത്താലേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ മക്കളെ. ദൈവം നമ്മുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് 1 2 3 4 കണ്ണ് തുറക്കട്ടെ, അങ്ങനെയാണോ തോന്നുന്നത്? എഴുന്നേറ്റു, ദൈവമേ എഴുന്നേറ്റോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ എഴുന്നേറ്റത്? ദൈവങ്ങളെ, കർത്താവ് എന്തുമാത്രം കാരുണ്യവാനാണെന്ന് നമ്മൾ ധ്യാനിക്കണം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റിട്ട് നടക്കുമ്പോൾ ഭിത്തിയെ പിടിച്ചാ നടന്ന് മുമ്പോട്ട് നീക്കുക. ആദ്യമായിട്ട് വരുന്നത്. തലേദിവസം വരെ കിടക്കുന്നതിന് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് തന്നെ അന്ന് ബാങ്കിൽ പോകാൻ സാധിച്ചില്ല. ഉടനെ തന്നെ അവിടെ അടുത്തുള്ള ഒരു കണ്ണ് ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു കണ്ണ് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ന്യൂറോളജിയെ കണ്ടോളാൻ പറഞ്ഞു. അവിടെ ചെന്നു. അപ്പം ഈ ഡ്യുവൽ വിഷൻ പല കാര്യങ്ങൾ കൊണ്ട് വരാം. ചിലർക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അതല്ലെങ്കിൽ മറ്റ് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ അവിടെ സംസാരിച്ച് കേട്ടു. പക്ഷേ അവർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് 10 ലക്ഷത്തിൽ പേർക്ക് ഒരാൾക്ക് വരുന്ന ഒരു അപൂർവ രോഗം. 10 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം വരുന്നൊരു രോഗം. മില്ലർ ഫിഷർ എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ ഡോക്ടർ. അത് മില്ലർ ഫിഷർ. ഏതായാലും ആ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഇതിന് ചികിത്സ താമസിപ്പിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഇതിനുള്ള ചികിത്സ ആരംഭിച്ചു. ഏതാണ്ട് ഒരു ഇഞ്ചക്ഷന് 20,000 രൂപ. ഈ നമ്മുടെ കണ്ണിൻ്റെ അവിടെ നിന്ന് പോയി നേർവും ബ്രെയിനുമായിട്ടുള്ള ഒരു ബന്ധം. എന്തോ ഒരു ഇഞ്ചക്ഷന് 20,000. അങ്ങനെ 5 ഇഞ്ചക്ഷന് 3 ദിവസമായിട്ട് ചെയ്തു. 5 ദിവസം ആശുപത്രിയിൽ കിടന്നു. മൈസൂരിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു. അവിടെ കിടന്നു. അതാണ് 4 ലക്ഷം രൂപ അടുപ്പിച്ച് ചെലവും വന്നു. അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കാഴ്ച നേരെയായില്ല. ഹോസ്പിറ്റലിൽ 4 ലക്ഷം. ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിൽക്കല്ല, ചുമ്മാ തട്ടിപ്പറിക്കാൻ നിൽക്കല്ല, ചുമ്മാ ചതിക്കാൻ നിൽക്കല്ല, കള്ള് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാൻ നോക്കല്ല, വെട്ടിക്കാൻ നോക്കല്ല, തട്ടിക്കാൻ നോക്കല്ല, ചതിക്കാൻ നോക്കല്ല. ഒരു കണ്ണ് മിന്നിയാൽ പോയി അവർ. ഇത് കഴിഞ്ഞിട്ടും ഡബിൾ വിഷൻ മാറിയില്ല. അവർ പറഞ്ഞു ഇത് പ്രത്യേകിച്ചൊരു ടൈം ഫ്രെയിം ഒന്നും വെക്കാൻ പറ്റില്ല. എന്ന് മാറും തീർത്ത് പറയാൻ പറ്റില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ മാറണം. അങ്ങനെ പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. ലീവ് എടുത്തു. 2 മാസത്തോളം ലീവ് എടുത്ത് വീട്ടിൽ നിന്നു. അതിനിടയ്ക്ക് 2 മാസം കൊണ്ട് ഈ പ്രശ്നം മാറുന്നില്ല. അത് ഒരു കണ്ണിങ്ങനെ അടച്ചു വെച്ച് അല്ലെ മറുകണ്ണും അടച്ചു വെച്ചൊക്കെ നോക്കും. 2 കണ്ണും ഒന്നിച്ചു നോക്കുമ്പോഴത്തേക്ക് ആ ഡബിൾ വിഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നാട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ കൂടാരത്തിലും എത്തി. നമ്മുടെ പ്രാർത്ഥന ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്നു. പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലും അവൾ പങ്കെടുത്തു. അതിനുശേഷം മടങ്ങിപ്പോയി. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ജനുവരി 12 ആയപ്പോഴത്തേക്ക്, ഏതായാലും ബാങ്കിൽ മാർച്ച് 12 ആയപ്പോഴത്തേക്ക് 2 മാസമൊക്കെ കഴിഞ്ഞു. ഏതായാലും നമുക്ക് ബാങ്കിലൊന്ന് ജോയിൻ ചെയ്യാം. മാർച്ച് മാസം ബാങ്കിൽ വളരെയധികം ജോലി തിരക്കുള്ള സമയം കൂടിയാണല്ലോ. മാനേജറുമായിട്ട് സംസാരിച്ച അടിസ്ഥാനത്തിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാർച്ച് 16-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ആഴ്ചയിലൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും നാളായിട്ട് മാറിയല്ലോ. ഞങ്ങളെല്ലാം വളരെ പ്രാർത്ഥനയിലായി. അതിനെ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു
ഈ കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ജോയിൻ ചെയ്യുന്ന അവസരത്തിൽ ആഴ്ചയിലെങ്കിലും ഈ അസുഖം മാറുകയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേറുകയും ചെയ്തു. അങ്ങനെ അവൾ കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് മാർച്ച് 16 ജോയിൻ ചെയ്തു. ഒരു കണ്ണടച്ചു വെച്ചുകൊണ്ട് അത്യാവശ്യം ചില ജോലികളൊക്കെ ആ ബാങ്കിൽ വന്ന് ചെയ്തു. എന്നിട്ട് അവൾ പറയുകയാണ്, പതുക്കെ എന്തോ മാറ്റങ്ങൾ വരുന്നതായിട്ട് സൂചിപ്പിച്ചു. പിറ്റേന്ന് ചൊവ്വാഴ്ചയും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഏതാണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കാണ് അവൾ പറയുകയാണ്, എൻ്റെ അസുഖം 99% മാറി. ഇതുപോലൊരു ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങളെ പോലുള്ളവര് കണ്ണീര് വീട്ടി പ്രാർത്ഥിച്ചപ്പോ, ദിവ്യകാന്റെ ദാതന്റെ മുമ്പിൽ അലമുകയിട്ട് കരഞ്ഞപ്പോ, നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ യേശുവേ എന്ന് വിളിക്കുമ്പോ 100,000 പേര് സുഖപ്പെടുന്നുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ചു വന്നിട്ട് അതെ വീണ്ടും ലീവ് എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നും ബാങ്കിൽ പോയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ സകല എന്നാ മക്കളെ പറയേണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചകൾ മിറക്കിൾ ട്യൂസ്ഡേയ്സ്. അനേകായിരങ്ങൾ, നിങ്ങൾക്കറിയില്ല, ഓൺലൈനായിട്ട് 10,000 ഇന്ന് പങ്കെടുക്കുന്നു. ലക്ഷക്കണക്കിന് മക്കളുടെ ഹൃദയ നൊമ്പരമാണ് മക്കളെ ശുശ്രൂഷ. ലക്ഷക്കണക്കിന് മക്കളുടെ ജീവനാണ് ഈ ശുശ്രൂഷ. അവരുടെ ആശ്വാസമാണ്, അവരുടെ സമാധാനമാണ് ഈ ശുശ്രൂഷ. ഹല്ലേലൂയ. നിസ്സാരമാണെന്ന് വിചാരിക്കല്ല കേട്ടോ, ചെറുതാക്കി കാണല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്ക് ഈ അസുഖം വന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഒരു ആത്മവിശുദ്ധീകരണം നടത്തുവാൻ വേണ്ടി ദൈവം തന്ന ഒരു സഹനമായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയുന്നു, പരിശുദ്ധ മാതാവിന് നന്ദി പറയുന്നു, സകല വിശുദ്ധർക്കും നന്ദി പറയുന്നു. അന്തോനീസ് പുണ്യാളച്ചന് നന്ദി, യേശുവേ നന്ദി. ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന മോനെ, നിന്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച മക്കളെ, ആ മകൾക്ക് ഇനി ആ രോഗം വരാൻ പാടില്ല, ഇനി അസ്വസ്ഥത വരാൻ പാടില്ല. I declare, I prophesy the full healing, miraculous healing, absolute healing. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂട്ടയത്ത് വാഴും